എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 2-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. അതിനു മുമ്പ് ഇന്നലെ ഞാനൊരു ചോദ്യം പറഞ്ഞിരുന്ന കറണ്ട് അഫയേഴ്സിൽ ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് ആരാണ്? ഉത്തരം ദ്വാരകയാണ്, ഗുജറാത്ത് ആണ്. ഞാൻ ഇതിന്റെ കൂടെ എക്സ്ട്രാ പോയിന്റ്സ് പറഞ്ഞൊരു പോയിന്റ് ആണ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിക്കും തെറ്റാണ്. ഓക്കെ, എനിക്ക് നല്ല അബദ്ധം പറ്റിയതാണത്. ശരിക്കും എന്താണ്? ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനമാണ് ഇത് ഗുജറാത്ത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശും തെക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടുമാണ്. ഓക്കെ, അപ്പൊ എനിക്ക് നല്ല ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കമന്റ്സിൽ ഞാൻ കണ്ടിരുന്നു, അപ്പൊ ക്ലാസ് വളരെ ശ്രദ്ധയോടെ കുറെ പേര് കാണുന്നുണ്ടെന്ന് മനസ്സിലായി. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 2024 ജനുവരി 1-ന് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആരാണ്? ഡേവിഡ് വാർണർ ആണ്. അപ്പോൾ IPL ഏറ്റവും കൂടുതൽ 50 അടിച്ചിട്ടുള്ള ഡേവിഡ് വാർണർ ആണ്. ഇപ്പൊ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയാണ് IPL കളിക്കുന്ന അദ്ദേഹം. 2024 ജനുവരി 1-ന് ഓസ്ട്രേലിയയിലെ അന്താരാഷ്ട്ര ഏകദിന മത്സരങ്ങളിൽ നിന്നെല്ലാം എന്ത് ചെയ്തു? അദ്ദേഹം വിരമിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, 2023-ൽ ക്ലബിനായും രാജ്യത്തിനായും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. 2023-ൽ രാജ്യത്തിനായി ക്ലബിനായിട്ട് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? 2024 ജനുവരി 1 മുതൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുന്ന ഗൾഫ് നഗരം. ചോദ്യം കൂടെ വായിക്കഴിഞ്ഞാൽ 2024 ജനുവരി 1 മുതൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുന്ന ഗൾഫ് നഗരം ഏതാണ്? ദുബായ് ആണ്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനികൾ സ്ഥാപിച്ച സ്വർണ്ണ ഖനികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സുഗന്ധഗിരി വനമേഖല സ്ഥിതി ചെയ്യുന്ന ജില്ല. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനികൾ സ്ഥാപിച്ച സ്വർണ്ണ ഖനികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സുഗന്ധഗിരി വനമേഖല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്. ഇതിങ്ങനെ മാത്രമല്ല, വേണമെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് സുഗന്ധഗിരി വനമേഖല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിക്കാം. ഇനി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണെങ്കിൽ വയനാടിനെ കുറിച്ച് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കാം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് ഏത്? വയനാട്. എത്ര സംസ്ഥാനങ്ങളായിരുന്നു? 2 സംസ്ഥാനങ്ങൾ. ഇത് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തേത് എന്താണ്? ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് ഏത്? വയനാട്. നമ്മൾ എന്തൊക്കെയാണ്? സുഗന്ധഗിരി വനമേഖല സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്, 2 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാട്, ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയും വയനാട്. ഇനി ജനസംഖ്യ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അതും വയനാട്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല ഏതാണ്? അതും വയനാടാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം. താഴെ കാണുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്, തെറ്റായത് ഏതെന്ന് എടുത്ത് ചോദിക്കാം. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഓർത്ത് വെക്കാം, മറന്നു പോകരുത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ഊർജ മേഖലയിലെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഊർജ്ജനയം രൂപീകരിക്കുന്നതിനായി 18-അംഗ സമിതി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ഊർജ്ജ മേഖലയിലെ മാറ്റം ഉൾക്കൊണ്ട് പുതിയ ഊർജ്ജനയം രൂപീകരിക്കുന്നതിനായിട്ട് 18-അംഗ സമിതി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഓക്കെ, കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും ചോദിക്കും. സോ ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. LDCക്കും LGSനും 20 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് എത്രയും പെട്ടെന്ന് എത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പഠിച്ചു വെക്കാം. ഗ്രൂപ്പും ദൃഷ്ടി ന്യൂസും അതുപോലെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് വളരെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിന്റെ ഏരിയയിൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ആകും. നമ്മൾ പക്കായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്, അതും സെലക്ടഡ് കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം, രാജ്യത്ത് ഏറ്റവും നീളം കൂടിയ കടൽ പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം നിലവിൽ വരുന്നത് മുംബൈയിലാണ്. നമ്മൾ ഇന്നലെ മുംബൈയെ കുറിച്ച് ഒരു കാര്യം പഠിച്ചു. എന്താണ്? വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഓർത്തിരിക്കണം, വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, ഏഴാമത്തെ ചോദ്യത്തിലേക്ക്. ഏഴാമത്തെ ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഏതാണ്? ഡിജിറ്റൽ റുപ്പി. ഓർത്തിരിക്കുകയല്ലേ? ഡിജിറ്റൽ റുപ്പി. ഓക്കെ, അപ്പൊ നമ്മുടെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക്. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനം. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനം ഏതാണ്?
ഉത്തർപ്രദേശ് ആണ്, മറക്കരുത്. ഓക്കെ, നമ്മൾ നേരത്തെ കേരളത്തെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അതും കൂടെ മാറിപ്പോയത് ഓർത്തു വെക്കുക. ശുദ്ധമായ ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഇത്തരത്തിലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, ഇനി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ്? യോഗി ആദിത്യനാഥ് ആണ്. ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ എവിടെയാണ്? ലക്നൌവിലാണ്. ആണല്ലോ. അപ്പൊ നമ്മുടെ 9ാമത്തെ ചോദ്യത്തിലേക്ക് വാം. 9ാമത്തെ ചോദ്യം ഇതാണ്: 2024 ജനുവരി 1 ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യം. ജോഗ്രഫിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മൗണ്ട് മെറാപ്പി എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, അതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും ഓർത്ത് വെക്കുക. അപ്പൊ 2024 ജനുവരി 1 ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യം ഏതാണ്? ജപ്പാനാണ്. ഓക്കെ, മറന്നു പോയത് ജപ്പാനാണ്. അപ്പൊ നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലേക്ക്. 10ാമത്തെ ചോദ്യം: റെയിൽവേ മാതൃകയിൽ ഇരുചക്ര വാഹനങ്ങൾ സംസ്ഥാനത്ത് എവിടെ എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി? റെയിൽവേ മാതൃകയിൽ ഇരുചക്ര വാഹനങ്ങൾ സംസ്ഥാനത്ത് എവിടെയും എത്തിക്കുന്നതിനായി KSRTC നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ബൈക്ക് എക്സ്പ്രസ് ആണ്. ഇനി ആഴ്ചകളിൽ KSRTC 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ എത്തിക്കുന്നതായിട്ട് ഒരു പദ്ധതി തുടങ്ങിയായിരുന്നു, KSRTC ലോജിസ്റ്റിക്സ്. ഓർത്തു വെക്കാം, മറന്നു വരും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം: സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്സവം. യുവജനോത്സവം, ഉത്സവം ഓർത്ത് വെക്കാം. നമുക്ക് നമ്മുടെ 12ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ 12ാമത്തെ ചോദ്യം: ഫിഷറീസ് കോൺഗ്രസ് വേദി. ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് വേദി എവിടെയാണ്? കുഫോസിലാണ്. അതായത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. ഓക്കെ, അവിടെയാണ് ഇത് നടക്കുന്നത്, ഫിഷറീസ് കോൺഗ്രസ് നടക്കുന്നത്. മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ 11ാമത്തെ ചോദ്യം: നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റ് 2023 വേദി. നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റ് 2023 വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ക്ലിയർ ആണല്ലോ? ന്യൂഡൽഹിയിലാണ് 2023 നാഷണൽ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിന്റെ വേദി. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ കുറെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതൊക്കെ നോട്ട് ചെയ്ത് നോക്കുക. ഇതിൽ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് മിനിമം ചോദിച്ചിരിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്: 2024 മരണപ്പെട്ട ടി വത്സലയുടെ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ കഥാപാത്രം ആരാണ്? കുറുമാട്ടി. ഇത് നമുക്ക് 2 രീതിയിൽ ചോദിക്കാം. ടി വത്സലയുടെ നെല്ലിലെ പ്രധാന കഥാപാത്രം ആരാണ്? അല്ലെങ്കിൽ കുറുമാട്ടി എന്നത് ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കാം. ടി വത്സലയ്ക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ അവാർഡുകൾ വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. നമ്മുടെ റൂട്ടർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ റൂട്ടർ ആപ്പിന്റെ പ്രീമിയം കുറച്ച് നാളത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഒരു 7-ാം തീയതി കൂടി ജോയിൻ ചെയ്യുന്നവർക്ക് ഒക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ കോഴ്സ് അക്സസ് ചെയ്യാൻ പറ്റും. എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഓക്കെ, 7-ാം തീയതി കഴിഞ്ഞാൽ പ്രീമിയം ആവും. പിന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിലേ കാണത്തുള്ളൂ. എന്താണെങ്കിലും റൂട്ടർ ആപ്പ് ദൃഷ്ടി ന്യൂസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ADC, LGS അതുപോലെ വരുന്ന എല്ലാ എക്സാംസിന്റെയും ഇതിനായിട്ട്. അത് പ്രിപ്പറേഷൻ കൊടുക്കേണ്ട, ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. താങ്ക് യു.